എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈലിലൊരു മുട്ട മസാലയാണ്. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഈ ഒരു മുട്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിലൊന്ന് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ ഈ ഒരു 3 സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ സവാള നമ്മളൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഇതുപോലൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7ഓളം വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്നത് ഇതിലും ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ച ചുവയൊന്ന് മാറി അത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ടി വരണം. ആ ഒരു സമയം വരെ നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ വഴണ്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വഴണ്ടി വരണേ. ഇതുപോലെ ഒന്ന് വഴണ്ടി വന്നാൽ അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം തന്നെ. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ പുഴുങ്ങിയെടുത്തിരിക്കുന്ന കോഴിമുട്ടയാണ്. നിങ്ങൾക്ക് എത്ര മുട്ടയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഓരോ മുട്ട എടുത്തിട്ട് നമ്മൾ സാധാരണ മുട്ട കറിക്ക് വേണ്ടിയിട്ട് വരയുന്ന പോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി ഇതുപോലെ ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. ഒരുപാട് ഓയിൽ ചൂടാകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. തീ നല്ല പോലെ തന്നെ ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ, കാരണം മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് ഇളക്കി പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം അപ്പം തന്നെ നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് തന്നെ ഒരു മസാല ഒരു മുട്ടയിലെല്ലാം തന്നെ നാക്കി കൊടുക്കുക. എന്നിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തീ നമ്മൾ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യണം. ഇതുപോലെ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് വരെ. അല്ലെങ്കിൽ ഒരു മുട്ടയുടെ പുറമേ പൊട്ടി ഇങ്ങനെ കുമിളുകൾ പോലെ വരാൻ തുടങ്ങും. അപ്പോൾ ഒരു 1-1.5 മിനിറ്റോളം ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് മുട്ട ചെറുതായിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ക്യുമിൻ സീഡ്, അതായത് നമ്മുടെ ചെറിയ ജീരകമില്ലേ, പെരിഞ്ജീരകമല്ല ചെറിയ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു കറുവപ്പട്ടയും 1 ഏലക്കായും 1 ബേ ലീവ്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് കറിക്ക് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ പൊടികൾ പെട്ടെന്ന് ചൂടായിട്ട് വരും. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ നല്ല പോലെ തന്നെ വഴറ്റി പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റോളം തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. കുറച്ച് സമയം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് നമ്മൾ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം.
അപ്പോൾ പൊടികൾ ചേർത്ത് പൊടികളുടെ ഒരു പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് ഏകദേശം 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയില്ലാത്ത ഒരു നോർമൽ പുളിയുള്ള ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിതിലേക്ക് തൈര് ചേർത്ത് ഇളക്കുകയാണെങ്കിൽ ആ ഒരു തരിതിരിപ്പ് പോലെ കിടക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ പൊടി ചേർത്ത് 1 മിനിറ്റോളം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തൈര് ഇതുപോലെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ചൂടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചൂടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ഒരു ഗ്രേവി അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂട് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി ആ ഒരു പഴയ പടിക്ക് തന്നെ അങ്ങ് കുറുകിയ ഒരു രീതിക്ക് ഇരിക്കും. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളം ആദ്യം 1 കപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി നോക്കുക. ഇതിപ്പോൾ കണ്ടില്ല, 1 കപ്പ് നമ്മൾ ഒഴിച്ചിട്ടും അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഞാൻ 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം തീ നല്ലപോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും മുകളിൽ ഒരു ഓയിലൊക്കെ തെളിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മുട്ട മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഇതൊരു 1-2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിന്ന് തുറന്ന് നോക്കുകയാണ്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയുള്ള കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് മുട്ട മസാല വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നമുക്കിത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയും അപ്പവും പത്തിരി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുട്ട മസാല വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.